ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിലെ മുൻവശം കാണിച്ചുകൊണ്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഇവിടെ ഉമ്മ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പുതിയതായിട്ട് കിട്ടിയ ചെടികളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ നമുക്ക് മുറ്റടിക്കണമല്ലോ, കമ്പൽസറി ആണല്ലോ, മോർണിംഗിൽ ഒരു ആക്ടിവിറ്റി ആണല്ലോ അത്. അപ്പോൾ നമുക്ക് മുറ്റടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ദേ പ്രാവിന് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ എന്നും വരാറുണ്ട് പ്രാവുകൾ രാവിലെ. അപ്പോൾ ദേ ഞാൻ വീഡിയോ പിടിക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് ഒറ്റ എണ്ണം താഴോട്ട് ഇറങ്ങി വരുന്നില്ല കേട്ടോ. എന്താ അനുസരണം നോക്കിക്കേ. അങ്ങനെയാണല്ലേ ചില കാര്യങ്ങൾ. നമ്മൾ അപ്പോൾ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും എൻ്റെ ഏരിയ അല്ല കേട്ടോ, ഇതൊക്കെ ഉമ്മയുടെ ഏരിയ ആണ്. എനിക്കൊരു സീസണിലാണ് ഓരോ മൂഡായിട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ചില സീസണിൽ ചെടീനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കെയറിങ് ഒക്കെ ചെയ്യും, പിന്നെ അത് മാറും, അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വെളിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ രാത്രി നീറ്റായിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ എന്ത് മനസ്സമാധാനമല്ലേ. അല്ലാത്ത ദിവസം വട്ടാകും. അപ്പോൾ ഇതേ പയറ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. നമുക്കിന്ന് അപ്പവും പയറേറിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഉണ്ടാക്കാനായിട്ട്. ഈ വെള്ളം എന്താണെന്ന് മനസ്സിലായോ? ഇതൊരു ഡീറ്റോക്സ് ഡ്രിങ്ക് പോലത്തെ ഒരു വാട്ടറാണ് കേട്ടോ. നെല്ലിക്കയും കാന്താരിയും കൂടി ചതച്ചിട്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇത് രാത്രി ഉണ്ടാക്കി വയ്ക്കും. വാപ്പായും ഉമ്മായും രാവിലെ ഇതാണ് കേട്ടോ കുടിക്കുന്നത് വെറും വയറ്റിൽ. ഒത്തിരി ബെനിഫിറ്റ്സ് ഉള്ള വാട്ടറാണ് കേട്ടോ. ഇത് കൊളസ്ട്രോളിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വെളിയിലത്തെ വർക്ക് ഏരിയയിൽ ആണ് ഞങ്ങളുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ വച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് പയർ കറി ഉണ്ടാക്കാൻ പോകും. പയർ ഒലത്താനാട്ടോ. പയർ നികലാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് വേവാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരണ്ടിയെടുക്കുന്ന അപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആവശ്യത്തിന് അരിപ്പൊടി എടുത്തിട്ട് അതിനകത്ത് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ആവശ്യത്തിന് പാകത്തിനനുസരിച്ച് നമുക്കത് ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കാം. ലൂസാക്കിയും തിക്കാക്കി എടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. മിക്സ് ആവണം നന്നായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് എടുത്തേക്കുന്നത്. കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇതേ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനകത്തോട്ട് അപ്പത്തിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ നല്ല സൗണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കലവിലയായിരുന്നു, ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ നമുക്കതിനകത്തോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ ഞങ്ങൾ അപ്പം ഇടുന്നതിന് മുമ്പ് ഒഴിക്കാറില്ല കേട്ടോ. അത് പരത്താൻ പാടായിട്ട് വരും. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഓയിൽ ഒഴിക്കാറ്. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പയറ് കറിക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചുവന്നുള്ളി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഒലത്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെളുത്തുള്ളി ഇടാതെ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ വെളുത്തുള്ളി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കിയപ്പോൾ അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ഇട്ട് കൊടുക്കണം. ഉള്ളിയും മുളകും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പയറില്ലേ, അത് നമുക്കിതിനകത്തോട്ട് തട്ടിക്കൊടുക്കാം. അപ്പുറം അപ്പാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ പണികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അവിടെ എത്ര കലവിലുണ്ടെന്നുള്ളത്. പയറത് നന്നായിട്ട് മിക്സ് ആവുന്നുണ്ട് കേട്ടോ. ഈ ഒലത്ത് പരിപാടികളൊക്കെ ഭയങ്കര ഈസി പ്രോസസ്സാണ് കേട്ടോ. കറി ആകുമ്പോഴാണ് തേങ്ങ അരക്കലും ഒക്കെ വരുന്നത്. ഇപ്പോൾ ഒലത്ത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും പയറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മെയിൻ പണി എടുക്കുന്നുണ്ടല്ലോ, പാത്രം കഴുകുക എന്നുള്ളൊരു വലിയ ടാസ്ക്. എനിക്ക് പണികളിൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് കേട്ടോ ഈ പാത്രം കഴുകുന്നത്. പാത്രം കഴുകുന്നത് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് കഴുകാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നില്ലാത്തൊരു പണിയും കൂടിയാണല്ലേ. ബാക്കി പണിയൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്താൽ നമുക്ക് പിന്നെ ചെയ്യുമ്പോൾ ഓക്കെയാണ്. പക്ഷേ ഈ പാത്രങ്ങളിങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ആഫ്റ്റർ റെസ്റ്റിംഗ് ടൈം നമുക്ക് കുറച്ച് പാടാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചെയ്യാനായിട്ട്. അപ്പം കുറേ പാത്രങ്ങളുണ്ടാവും കേട്ടോ രാവിലെ. ഇതിപ്പോൾ ചായ കുടിച്ചതിൻ്റെ മാത്രമായതുകൊണ്ടാണ്. ഇനി നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇത് വയ്ക്കാനാണ് പ്ലാനെങ്കിൽ ഇത് സിങ്ക് നിറയും, അത്രയും പാത്രമാവും. അപ്പോൾ ഇതേ നമ്മൾ ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊച്ചൊക്കെ അപ്പുറം ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ ചായ. അപ്പോൾ ഇതേ അപ്പവും പയറ് കറിയാണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം.